വിൻസെന്റ് വാൻഗോഗ് തന്റെ ഇളയ സഹോദരനെ തിയോയോട് ഒരിക്കൽ പറഞ്ഞു, എന്റെ ക്യാൻവാസിലെ നിറങ്ങൾ എത്രയോ തീവ്രമാണ്. ഒരു കത്തിലൂടെയാണ് ഇദ്ദേഹം വാൻഗോഗ് സ്വന്തം സഹോദരൻ തിയോയ്ക്ക് എഴുതിയത്. എന്നിട്ടും എല്ലാവരും എന്നെ പരിഹസിക്കുന്നതായി തോന്നുന്നു. ലോകം എൻ്റെ ചിത്രങ്ങൾ നിരസിക്കുകയാണോ? ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് വലിയ നിരാശയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന രീതിയിലായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ലോകത്തെ ഏറ്റവും ഹൃദയസ്പർശിയായ കത്തുകളിലൊന്നാണ് വാൻഗോഗ് തൻ്റെ ഇളയ സഹോദരൻ തിയോയ്ക്ക് എഴുതിയ. തിയോ അന്ന് ചിത്ര വിൽപ്പനക്കാരനായിരുന്നു. തിയോയും വാൻഗോഗും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. തൻ്റെ ചിത്രങ്ങളൊന്നും വിൽക്കാൻ തിയോയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹോദര്യ ബന്ധത്തിൻ്റെ ആഴം അവർ തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കത്തുകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് സഹോദരൻ, അതായത് വിൻസെന്റ് വാൻഗോഗിന് വല്ലാത്ത നൈരാശ്യം ബാധിച്ച നാളുകളിൽ സ്വന്തം പുരയിടവും ഭൂമിയും സ്ഥലവും എല്ലാം എഴുതി വിറ്റ് ഈ വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം വാങ്ങിച്ചു. നിരാശയുടെ പടുകുഴിയിലേക്ക് വാൻഗോഗ് പതിച്ചപ്പോഴെല്ലാം തിയോ പ്രതിരോധവുമായി ചെന്നു. സ്വന്തം സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തിയാണ് അദ്ദേഹം നിന്നത്. സഹോദരന് താങ്ങും തണലുമായി മാറി തിയോ. വിൻസെന്റ് വാൻഗോഗ് എന്ന പ്രശസ്തനായ ആർട്ടിസ്റ്റ് ഒരുപക്ഷെ കുറേ കാലം കൂടി ജീവിച്ചിരുന്നത് സഹോദരൻ തിയോയുടെ അചഞ്ചലമായ സ്നേഹവും വിശ്വാസവും കൊണ്ട് മാത്രമായിരുന്നു. ആത്മാർത്ഥമായ ബന്ധങ്ങൾ അങ്ങനെയായിരിക്കണം. അവയിൽ ഒരു ലാഭേച്ഛയും ഉണ്ടാകരുത്. ഒന്നും ആഗ്രഹിക്കാതെ ഒപ്പം നിൽക്കുന്നവരാകണം ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ.